നെതിരെ ഉണ്ടാകണം. ശരി, ഡോക്ടർ ഷാഹിദ കമാൽ, ഇപ്പോൾ ഈ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വരുന്ന അഭിപ്രായ പ്രകടനം എന്നതിനപ്പുറം ഇത് ആവർത്തിക്കാതിരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകണം ഡോക്ടർ ഷാഹിദ കമാൽ? ഇവിടെ നമ്മൾ രണ്ട് അഡ്വക്കേറ്റ്സ്മാരുടെ അഭിപ്രായങ്ങൾ കേട്ട്, അതിൽ രണ്ട് വനിതാ അഡ്വക്കേറ്റ്മാരുടെ. ഒന്ന് അഡ്വക്കേറ്റ് അനിത. അനിത തീർച്ചയായിട്ടും ഒരു ബാർ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് എന്നതിനേക്കാൾ ഉപരിയായി ഒരു വനിതാ അഡ്വക്കേറ്റ് എന്ന നിലയിലാണ് ഇന്നലെ ഉപദ്രവത്തിനിരയായിട്ടുള്ള അഡ്വക്കേറ്റിന് അനുകൂലമായിട്ട് സംസാരിച്ചത്. എനിക്ക് അഡ്വക്കേറ്റ് അനിതയോട് ഞാൻ ഈ പറഞ്ഞ ബാർ അസോസിയേഷൻ ഇന്നലെ നടപടിയെടുത്ത കാര്യം വാർത്തകളിലൊന്നും പുറത്ത് വരാത്തത് കൊണ്ടാണ് എനിക്ക് അക്കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടി വന്നത്. അല്ല, അത് ഇന്നലെ തന്നെ വന്നതാണ് ഡോക്ടർ ഷാഹിദ കമാൽ, ഇന്നലെ തന്നെ അത് വാർത്തയായതാണ്. എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, പക്ഷെ ബാർ കൗൺസിലിന്റെതാണ് നമുക്ക് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞത് അഡ്വക്കേറ്റ് എനിക്ക് പറയാനുള്ളത്, ഈ കേസിന്റെ അങ്ങേയറ്റം ഇതിന് ഒരു അന്തിമ വിധി ഉണ്ടാകുന്നത് വരെ ഈ വനിതാ അഡ്വക്കേറ്റിനോടൊപ്പം ബാർ അസോസിയേഷന്റെ ഭാരവാഹിയായിട്ട് അല്ലെങ്കിലും വ്യക്തിപരമായിട്ടെങ്കിലും അഡ്വക്കേറ്റ് അനിത കൂടെ ഉണ്ടാകണം എന്നാണ് എനിക്ക് ഒരു വനിത എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വനിതാ കമ്മീഷൻ അംഗം എന്ന നിലയിൽ എനിക്ക് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അനിതയോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകും, കാരണം അനിതയുടെ വാക്കുകൾ ഞാൻ വിശ്വാസത്തിൽ എടുക്കുകയാണ്, അങ്ങനെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. രണ്ട്, അഡ്വക്കേറ്റ് മിനിയുടെ വാക്കുകൾ ഞാൻ കേൾക്കുകയുണ്ടായി. ഒരു പൊതുപ്രവർത്തക എന്ന നിലയിലും അഡ്വക്കേറ്റ് മിനിയുടെ വാക്കുകൾ 100% ശരിയാണ്. കാരണം കമ്മീഷനിൽ ഇരുന്നപ്പോൾ ജൂനിയർ അഡ്വക്കേറ്റുമാരായ വനിതാ അഡ്വക്കേറ്റുമാർ നൽകിയ പരാതിയിൽ ഇടപെട്ടിട്ടുള്ള ഒരു കമ്മീഷൻ അംഗം എന്ന നിലയിൽ അഡ്വക്കേറ്റ് മിനി പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടു കൂടി നാം കാണേണ്ടതുണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് അനിത സൂചിപ്പിച്ചു, മുമ്പൊരിക്കൽ പോലും ഈ പറയുന്ന അഡ്വക്കേറ്റോ അല്ലെങ്കിൽ മുൻപ് ഈ വെയിലിനോട് ജോലി ചെയ്തിരുന്ന അഡ്വക്കേറ്റുമാരോ പരാതി തന്നിരുന്നില്ല എന്ന്. ഇവിടെ അവിടെ ICC ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ടോ എനിക്കറിയില്ല. പോഷാക്ട് നിലവിലുള്ള രാജ്യമാണ് നമ്മുടേത്. അപ്പൊ പോഷാക്ട് പ്രകാരം ഇന്നത്തെ കേസെടുക്കേണ്ടതുണ്ട്. അപ്പം ഈ ICC അവിടെ ഉണ്ടോ, അത് കൂടുന്നുണ്ടോ, അതിൽ ആരൊക്കെയാണ് അംഗങ്ങൾ? ഇനി ഇപ്പൊ ഈ പറഞ്ഞ പരാതി നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഒന്ന് സംസാരിച്ചപ്പോൾ പോലും ഇതുപോലെ മുഖം അടിച്ച് പൊട്ടിക്കുന്ന പരസ്യമായിട്ട് ഇപ്പൊ മറ്റ് ഓഫീസിലുള്ള അഡ്വക്കേറ്റ്മാർ ആരും ഇടപെട്ടില്ലെന്നല്ല അവർ പറഞ്ഞത്. അവരുടെ ഓഫീസിലുള്ള അഡ്വക്കേറ്റ്മാർ പോലും നോക്കി നിൽക്കുകയാണ്, പിടിച്ചു മാറ്റിയില്ല, അല്ലാതെ സപ്പോർട്ട് ചെയ്തെന്നല്ല ആ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഈ ബാർ അസോസിയേഷനിൽ ഒരു പരാതി നൽകിയാൽ ആ പരാതിയിന്മേൽ ഞങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുമോ എന്നുള്ള ഭയവും ആശങ്കയും ഇതുപോലെയുള്ള സീനിയർ അഡ്വക്കേറ്റുമാർക്കെതിരെ പരാതി കൊടുക്കാൻ അവർ തയ്യാറാവത്തില്ല. പരാതി പറഞ്ഞപ്പോൾ മുഖമടിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ പിന്നെ പരാതി കൊടുത്താൽ ആ സ്ത്രീക്ക് അവിടെ സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന ഉൾഭയമുള്ളത് കൊണ്ടാണ് പല ജൂനിയർ വക്കീലന്മാരും അവിടെ പരാതി കൊടുക്കാൻ മടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വതന്ത്രമായ ഒരു സമഗ്ര അന്വേഷണം ഉണ്ടാകേണ്ടത്. ഒന്ന്. രണ്ട്, തീർച്ചയായിട്ടും സിനിമാ മേഖല ശുദ്ധീകരിച്ചതുപോലെ ഈ പറയപ്പെടുന്ന ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആ മേഖലയെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് ജൂനിയർ അഡ്വക്കേറ്റുമാരായിട്ടുള്ള വനിതകൾ പലതരത്തിലുള്ള ലൈംഗിക, ശാരീരിക, മാനസിക, സാമ്പത്തിക പീഡനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് എന്ന് അഡ്വക്കേറ്റ് മിനിയുടെ വാക്കുകളിൽ വളരെ കൃത്യമായി അവർക്ക് ുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ആ കമ്മീഷൻ കൃത്യമായി അവർ സത്യസന്ധമായി ഒരു അന്വേഷണം നടത്തി അത് വളരെ സമൂഹത്തിൽ ഈ ഇപ്പോൾ സിനിമാ മേഖലയിൽ നമ്മൾ ഉടച്ചു വാർത്തത് പോലെ തന്നെ ഒരു ഉടച്ചു വാർക്കൽ ഇവിടെ ഉണ്ടായി.